ആ ഭാരതി വന്ന് പാട്ടും കൂത്തൊക്കെ വീട്ടിനകത്തായി. അതിനെന്താ നിനക്ക് ചേതം? എന്നും ഈ പാട്ടും കൂത്തും കൊണ്ട് കഴിഞ്ഞു കൂടാമെന്നായിരിക്കും വിചാരം. എങ്ങനെയുള്ള ഒരു ജോലി സമ്പാദിക്കണം അവനില്ല. അല്ല, ഞാനുണ്ടല്ലോ കുടുംബത്തിന്റെ ഭാരം ചുമക്കാൻ. ഇങ്ങനൊന്നും പറയരുത് ഭാരതി, അവൻ നിന്റെ അനിയനല്ലേ. അനിയൻ നോക്കിക്കോ, എന്തെങ്കിലും ഒരു ദിവസം ഹാർമണി മദ്ദളൊക്കെ ഞാൻ തല്ലി പൊട്ടിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇവിടെ വെച്ച് വേണ്ട വേണ്ടെന്ന്. ഞാനും എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? വെച്ച് കെട്ടിക്കൊണ്ടിരിക്കലടാ അത്. എന്റെ അമ്മേ, കോളേജ് കഴിഞ്ഞാൽ നിനക്ക് വീട്ടിൽ ചെല്ലേണ്ട പെണ്ണെ. വീട്ടിൽ നിന്നെ അന്വേഷിക്കില്ലേ? ചേച്ചി, ചോദിക്കാനും പറയാനും ആരില്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാലോ. എന്നിട്ട് അവനിപ്പോ എന്താ പറയുന്നത്? അതിർത്തി നിൽക്കണ മാവ് പരമുന്റേതാണെന്ന്. അവനവിടെ വേലയും കെട്ടിക്കഴിഞ്ഞു. അവൻ അത്ര അഹങ്കാരമായോ? എന്നിട്ട് ആ ഒരു കാര്യം ചെയ്യേ, നാളെ രാവിലെ തന്നെ ആ മാവ് മുറിക്കാനുള്ള ഏർപ്പാട് ചെയ്യേ. ഞാനും വരാം. ആരാ അവിടെ? നോക്കുമ്പോ ഒറ്റ എണ്ണത്തിനെ കാണില്ല. രാമാ, രാമാ, ഏട്ടൻ എന്നെ വിളിച്ചോ? ആരെങ്കിലും ഒന്ന് കാണണമെന്നിട്ടാ വിളിക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ നേരത്തെ എല്ലാം പാത്രത്തിന് മുമ്പേ ഉണ്ടാവും. ഇവിടെ വാ. വെച്ചടിക്ക ഒന്നുമില്ല. എന്താണ് ഇത്ര വൈകിയത്? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. നിന്റെ ഒരു സ്പെഷ്യൽ ക്ലാസ്. ചെറിയ ആ, അച്ഛന്റെ കയ്യിൽ നിന്ന് വഴക്ക് കേട്ടില്ലേ? 2-3 വട്ടം ഏട്ടൻ വിളിച്ച് ചോദിച്ചു ശാരി വന്നില്ലേ എന്ന്. അപ്പോഴേ ഞാൻ വിചാരിച്ചത് ആ കൈനേട്ടം കിട്ടുമെന്ന്. ആ, മോളെവിടെ നിന്ന്? രൂപയുണ്ടോ മോളെ? 2-3 രൂപ എടുക്കാൻ. എന്തിനാ ചെറിയ? അത് പുറത്തിറങ്ങിയൊരു ചായ കുടിക്കാനാ. അതിനിവിടെ ചായ ഇല്ലേ ചെറിയ? എനിക്കത് പറ്റില്ല മോളെ. പുറത്തിറങ്ങി കടുപ്പത്തിൽ ഒരു ചായ കുടിച്ചാലേ എനിക്ക് തൃപ്തിയാവൂ. ഉണ്ടെങ്കിൽ എടുത്തേ കളിക്കാണ്ടത്. ഈ ചെറിയച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു. എനിക്കെന്തിനാ ബെസ്റ്റ് ടിക്കറ്റ്? പിന്നെ എപ്പോഴും ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്. കിട്ടുമ്പോ അങ്ങോട്ട് തരും. തരും. ഞാൻ അറിയാത്താണോ ചെറിയച്ഛനെ? ഈ കാശ് എന്തിനാണെന്ന് എനിക്കറിയാം. അച്ഛൻ ചോദിച്ചാ പറയണം. ഞാൻ പുറത്തേക്ക് കണ്ടിറങ്ങി. ഓ, ഞാനത് പറഞ്ഞാ കേക്കില്ല. അക്ഷരീകരം പിടിച്ചവൻ. ആ ബഷീറില്ലേ, അവൻ അവരുടെ സൈഡാ. അതുകൊണ്ടാ അവൻ ഇത്ര ധൈര്യം. ഏത് ബഷീർ? ചത്തുപോയ ഹൈദരാബാദ് മാപ്പിളയുടെ മകൻ. ആ ദുബായിൽ നിന്ന് വന്നവനെ. ഓ, അവനാണോ? അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. എന്നാൽ ആ കൃഷ്ണനാര് ചെയ്ത് മകാ കഷ്ടായി പോയി. ആരോട് പറയാനോ ഇതൊക്കെ? അയാളെ തല്ലിൽ ഇടുത്തി വീണന്റെ റബ്ബേ. രാവിലെ തന്നെ ആരെയാവുമ്പോ പ്രാകണത്? ആ തെക്കപ്പെട്ട കൃഷ്ണനാര് അല്ലാണ്ട് ആരെയാ? അയാള് ചെയ്തിരിക്കുന്ന അതിക്രമം മോൻ കേട്ടാ ആ പരമോനും കുടുംബത്തെയും കുടിയേർക്കാൻ ചെന്നിരിക്കണെന്ന്. അയലോക്കത്തെ കരച്ചിലും വേളം കൊട്ടാ ഞാൻ ഉണർന്നത്. പുറത്തിറങ്ങി നോക്കുമ്പോ ആ കൃഷ്ണനായരും കുറെ റൗഡികളും അവിടെ ഉണ്ട്. മോൻ വെക്കണോടെ ചെല്ല്. അവള് കുളിക്കുക, ഞാൻ എടുത്തോണ്ട് വരാം. ഞാൻ ഇന്നലെ തന്നെ വിചാരിച്ചതാടോ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന്. പോക്കിർത്തരത്തിന് ഒരു അതിലുണ്ട്. ആ കൃഷ്ണൻ നായരുന്ന് ഒരു ആണുങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല. ബൈക്കിനും പക്കണത്തിനൊന്നും പോണ്ടാട്ടാ. മനുഷ്യന്മാർക്ക് പേയാലിരിക്കുന്ന കാലാണ്. ഉമ്മ, ആയിഷയോട് ശാരികയുടെ കൂടെ കാളയിപ്പൊക്കളം പറയൂ. ഞാൻ വരാൻ അല്പം വൈകും. വാടോ. പോയിട്ട് വരാമോ?
നോക്കി നിൽക്കാതെ വേല പിടിക്കണ. അവന്റെ ഒരു വേലി പൊളിയാണ്. അകത്തേക്ക് കയറി സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത്. അവൻ വേലി കെട്ടിയിരിക്കുന്നു. അവന് തന്തയുടെ വകയല്ലേ. അയ്യോ ദൈവത്തോടൊന്നും ചെയ്യരുത്. അയ്യോ ദൈവം പട്ടികളെ ആരോട് ചോദിച്ചിട്ടാണ് മരം മുറിച്ചത്? ഞാനാ മുറിക്കാൻ. എന്റെ സ്ഥലത്ത് മരം മുറിക്കാൻ നിന്നോട് ചോദിക്കണം. നിങ്ങളുടെ സ്ഥലം ഈ 10 സെന്റ് സ്ഥലം പരമൂല്യാണ്. മരുഭൂമിയായി കിടത്തണം. അവൻ അധ്വാനിച്ചുണ്ടാക്കിയപ്പോ അധികാരം കാണിക്കാൻ വന്നിരിക്കുന്നു. നോക്കി കൊണ്ടിരിക്കാൻ തീ വയ്ക്കണ്ട. നേരത്തെ ചെറുക്കൻ ഭരിക്കാൻ വന്നിരിക്കുന്നു. ബഷീർക്ക 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 ഇക്കാക്ക എന്താടി മണ്ടൂസേ കരയണേ? ഞാൻ കാലിയടിച്ചെന്ന് വിചാരിച്ചോ? എന്ത് പറ്റി ബഷീർക്ക? ഇപ്പൊ ഒന്നും പറ്റിയില്ല. ശാരിയുടെ അച്ഛനും കുറെ റൗഡികളും കൂടെ ആ പരമുന്റെ വീട് കയ്യേറി. എനിക്ക് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. തന്റെ അച്ഛന് കോടതി വ്യവഹാരം തമ്മിൽ തല്ലുവല്ല വേറെ തൊഴിലൊന്നുമില്ലല്ലോ. എവിടെ ആയിരുന്നു ഇത്രയും നേരം വരെ? ആശുപത്രി പോയി. ആശുപത്രിയിലാരാ? നിന്റെ തൊണ്ട ചാവാൻ കിടക്കുന്നോ? ഈടെയായി നിന്റെയൊക്കെ ധിക്കാരപ്പോ കൂടണുണ്ട്. എല്ലാറ്റിനെയും ഞാൻ എന്തൊക്കെയായാലും ചേട്ടൻ പരമോനോട് ചെയ്ത് കടുത്ത കൈയായി പോയി. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നല്ലോണം അറിയാം. ആരും എന്നെ പഠിപ്പിക്കാനും വരണ്ട, തോൽപ്പിക്കാനും നോക്കണ്ട. ആ ആ. എവിടേക്കാ? പുറത്തേക്ക്. ആണും പെണ്ണുമായിട്ട് ഒന്നേ ഉള്ളൂ. എന്നാ അതിനൊരു സ്വൈരം കൊടുക്കുവോ? അതില്ല. എന്നാ സ്നേഹക്കുറുണ്ടോ? അതൊട്ടില്ലേം താനും. ഇപ്പൊ എന്താ നാട്ടുകാരെ മെക്കിട്ട് കയറ്റം കഴിഞ്ഞാ പിന്നെ വീട്ടിലാ. ഓ ഓരോരുത്തരുടെ സ്വഭാവം. അയ്യോ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളമ്പേ. ഇങ്ങനെ ധൃതി പിടിച്ചാൽ എങ്ങനെ? എല്ലാറ്റിനും ഞാൻ ഒരാളല്ലേ ഉള്ളൂ. ആ ജോലിക്കാരി പെണ്ണ് പോയിട്ട് 2 ദിവസമായി. ഇനി എന്നാണ് ഇങ്ങോട്ട് എഴുന്നള്ളുന്നെന്ന് അറിയില്ല. ശാരിയാണെങ്കിൽ ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാ. അവളെ കെട്ടുന്നവൻ ആഹാരം ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ടി വരും. എപ്പോ നോക്കിയാലും ഒരു പുസ്തകം വായന. ഇങ്ങനെ ഉണ്ടോ ഒരു പഠിപ്പ്? അവൾ ഊണ് കഴിച്ചോ? അതെങ്ങനെയാ കഴിക്കുക? തല്ലാനും കൊല്ലാനും ചെന്നാ അവള് മുറി കിടന്ന് കരയുന്നുണ്ട്. നീ അവളെ ഒന്ന് വിളിച്ചേ. എന്നെ കൊണ്ട് വയ്യ. ഞാൻ 2 പ്രാവശ്യം ചെന്ന് വിളിച്ചു നോക്കി. അവക്ക് തലവേന എത്രേ. ശരി ശരി, നിനക്കെന്താ ചോറ് വേണ്ടേ? മോളെ എഴുന്നേറ്റ് ഊണ് കഴിക്കേ. വാ. മോളെ, അച്ഛൻ വിളിച്ചത് കേട്ടില്ലേ? അപ്പോഴത്തെ ദേഷ്യം കൊണ്ടല്ലേ അച്ഛൻ എന്തോ പറഞ്ഞത്? മോള് വാ. നീ ചെന്നില്ലെങ്കിൽ അച്ഛൻ ഊണ് കഴിക്കില്ല. എന്റെ മോള് വാ. വാ. ഭാരതി, എന്താ മുത്തശ്ശി? ഇതുവരെ കഴിഞ്ഞില്ലേ നിന്റെ അണിഞ്ഞൊരുക്കം? ഞാൻ അണിഞ്ഞൊരുക്കുന്നതിന് മുത്തശ്ശിക്ക് എന്താ നഷ്ടം? അതെ, ആ കുട്ടൻപിള്ള വന്നിരുന്നു. ചേന്നോങ്ങളെത്തുന്ന 2 പേര് വരുന്നുണ്ട് വന്ന ഞായറാഴ്ച. എന്തിനാ? എന്തിനാന്നോ? നിന്നെ കാണാനാ. എത്ര പേര് വന്നു പോയെന്ന്. ഇപ്പൊ വയസ്സെത്രയാൻ എനിക്കുണ്ടോ? വരണം ഇതിനത്തിൽ 33 വയസ്സ്. എന്റെ ഭഗവാനെ, ഇതെങ്കിലും ഒന്ന് നടന്ന് കണ്ടാ മതിയായിരുന്നു. നാരായണ 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 നാരായണ. നീ എങ്ങോട്ടാ? വെറുതെ പുറത്തേക്ക്. എന്താ?
അതെന്നാ ഇങ്ങനെ മുത്തശ്ശി എന്ത് ചെയ്യാ അവിടെ? നീ പോടാ അവിടുന്ന്. നാരായണ നാരായണ. അല്ല നീ പോന്നു? ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ഞാൻ ആ പുഴക്കര വീട് വരെ ഒന്ന് പോയി. അതിന്റെ പടിഞ്ഞാറ് അതിർത്തിയില് ഒരു 4.5 സെന്റ് സ്ഥലം ആ പരമൂന് കൊടുത്തു. കൃഷ്ണനാരിനെ അവിടെ വന്ന് കുടിയിറക്കില്ലല്ലോ. വല്ലവന്റെ കാര്യത്തിലൊക്കെ കെട്ടി പേറി നടക്കും. എന്നിട്ടെന്താ അവസാനം അവരൊക്കെ ശത്രുക്കളായി മാറും ചെയ്യും. അല്ല ഇക്കാലത്ത് ഗുണം ചെയ്താ ദോഷ. അല്ല മോനെ, ചേച്ചിയുടെ കല്യാണക്കാരി എന്തായി? ഒന്നും പറയണ്ട എന്റെ ഉമ്മ. അടുത്ത ആഴ്ച ഒരാൾ കാണാൻ വരുന്നുണ്ട്. അതെങ്ങനെയാ? ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ആണുങ്ങളെ ഇവന്റെ ചേച്ചിക്ക് ഇഷ്ടാവോ? ആ ഒറ്റപ്പാലത്തുകാരൻ മാഷക്ക് എന്തായിരുന്നു കുറവ്? എത്ര പേര് വന്നു കാണാൻ. ചേച്ചിക്ക് ഒരാളെ ഇഷ്ടാവില്ലിക്ക. എന്നാ നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കെ, ഞാൻ അകത്തേക്കൊന്നും ചെല്ലട്ടെ. ആ പെണ്ണ് ചായ എടുക്കാൻ പോയിട്ട് കാണാനില്ല. ഒരു പ്രൈമറി സ്കൂൾ ടീച്ചർക്ക് പിന്നെ IAS കാരൻ വരുമോ? ചായ കുടിക്ക. എന്താടി മണ്ടൂസെ നോക്കി നിൽക്കുന്നത്? വേഗം പുസ്തകം എടുത്തോണ്ട് വാ. നിന്നെ കൊണ്ട് വിട്ടിട്ട് വേണം എനിക്ക് മില്ലിൽ പോവാൻ. ഷാരി ബസ് സ്റ്റോപ്പിൽ കാത്തു നിന്ന് മുഷിച്ചിട്ടുണ്ടാവും. ചെല്ലേ. ശരി, സോറി. വൈകാൻ കാരണം മുരളിയേട്ടനാ. എടി മണ്ടൂസേ, നോണ പറഞ്ഞു പഠിക്കരുത് കേട്ടോ. ഒറ്റ അടിയാൻ വെച്ചെന്നുണ്ടല്ലോ. പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തേ ശരിയാവും. ആദ്യം ഇക്കാക്കൊന്ന് കെട്ട്, എന്നിട്ട് മതി എന്റെ കാര്യം. ഓ, വൈകുന്നേരം കാണണം. മനസ്സില്ല. നിന്നോടല്ല. ഒരു പ്രശ്നം. ഇപ്പൊ കണ്ട ഒരു 16 വയസ്സ് തോന്നിക്കും. അല്ലെങ്കിലും എനിക്ക് അധികം വയസ്സൊന്നും ആയിട്ടില്ല, 90 ആയല്ലോ. ചിരി കണ്ടില്ലേ? ഭാരതിയുടെ സാരി അവള് കാണണ്ട. ചേച്ചി കണ്ടാലെന്താ? ഇനി എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞ് കണ്ട് എന്റെ കണ്ണടഞ്ഞാ മതി ഭഗവാനെ. സ്റ്റേജിൽ കയറുന്നവരെ എനിക്ക് പേടിയായിരുന്നു. പിന്നെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോ ഒരു ധൈര്യമൊക്കെ കിട്ടി. പാട്ട് കഴിഞ്ഞപ്പോൾ കൂവലിന്ന് വേണല്ലേ? ഇമ്മണി പുളിക്കും. കയ്യരുടെ ബഹളായിരുന്നു. എന്റെ ഫ്രണ്ട്സും ടീച്ചേഴ്സും എന്താ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞ? ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും പിണങ്ങി. ഈ പിണക്കം കാണാൻ വേണ്ടിയല്ലേ ഞാൻ വന്നത്. പിണങ്ങുമ്പോഴാണ് പെണ്ണിന് ഭംഗി. സത്യത്തിൽ ഇപ്പൊ എനിക്കൊരു പാട്ട് പാടാനാണ് തോന്നുന്നത്. ഒരു പ്രേമഗാനം പാടട്ടെ. ആദ്യ ചുംബനത്തിൽ. വേറൊന്നും തോന്നുന്നില്ലേ? വേറെ ഇപ്പോ ഒരു പെണ്ണിനെ കണ്ടു ഒരാണിനെ കണ്ടു ലവ് സീൻ കണ്ടു ഒരു പെണ്ണിനെ കണ്ടു ഒരാണിനെ കണ്ടു ലവ് സീൻ കണ്ടു ഒരു പെണ്ണിനെ കണ്ടു ലവ് സീൻ കണ്ടു ആണിനെ കണ്ടു ഒരു പെണ്ണിനെ കണ്ടു അവിടെ ലവ് സീൻ കണ്ടു